സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണത്തിലേക്കാണ്. വീട്ടുജോലികൾ ഭാര്യയുടെ മാത്രം കടമയല്ലെന്ന് സുപ്രീം കോടതി. ഭാര്യ വീട്ടുജോലി ചെയ്യുന്നില്ല എന്നത് ക്രൂരതയായി കണക്കാക്കാനാകില്ല. കാലം മാറുകയാണെന്നും ഭർത്താവും വീട്ടുജോലികളിൽ സഹായിക്കണമെന്നും കോടതി നിരീക്ഷിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ശരിയാണ്. ബാലു, വളരെ കാലിക പ്രസക്തി ആർന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഇതിപ്പോൾ ഏത് കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതി നടത്തുന്നത്? പക്ഷേ ഒരു വിവാഹമോചന കേസ് പരിഗണിക്കുകയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപിനെയും നടക്കുന്ന ബെഞ്ചിൽ നിന്ന് സുപ്രധാനമായ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിന് ആധാരമായ സമയം ഈ ഒരു സ്കൂൾ അധ്യാപകൻ ഒരു ലെക്ചറെ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ഈ ലെക്ചർ വീട്ടിലെ ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല, മാതാപിതാക്കളെ നോക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ വിവാഹമോചനത്തിനായി ഈ സ്കൂൾ അധ്യാപകൻ കോടതിയെ സമീപിച്ചിരുന്നത്, കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു. കുടുംബ കോടതി ആ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി എന്നാൽ ഈ വിവാഹമോചനം റദ്ദാക്കിയാണ് ചെയ്തത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യാപകനായ ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോൾ സമാനമായ കാര്യങ്ങൾ പറഞ്ഞു. ഈ വീട്ടിൽ ഭക്ഷണം വെക്കുന്നില്ല, അതുപോലെ തന്നെ തുണി ഇളക്കുന്നില്ല തുടങ്ങിയ, മാതാപിതാക്കളെ നോക്കുന്നില്ല തുടങ്ങിയ പരാതികളായിട്ട് ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിങ്ങളൊരു വേലക്കാരിയല്ല വിവാഹം ചെയ്തതെന്നും നിങ്ങളൊരു ജീവിത പങ്കാളിയാണ് വിവാഹം ചെയ്തത് എന്നുമാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഈ വീട്ടുജോലി ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ മാത്രം അല്ലെങ്കിൽ ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നും ഇക്കാര്യത്തിൽ പുരുഷനും തുല്യ പങ്കാളിത്തമുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. കാലം മാറിയെന്നും ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് എന്നും കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിൽ ഒരു തവണ കോടതി ഒരു മീഡിയേഷന് അനുവദിച്ചിരുന്നു, പക്ഷേ അതിൽ ഫലം കണ്ടില്ല. ഇതിനു ശേഷം ഈ കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറഞ്ഞാൽ ഒരാൾ വിവാഹം കഴിക്കുന്ന വേലക്കാരിയായിട്ടല്ല ഭാര്യയെ കാണേണ്ടത്, മറിച്ച് ജീവിത പങ്കാളിയായിട്ടാണ് ഭാര്യയെ കാണേണ്ടതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശരി, ബി ബാലഗോപാൽ സുപ്രീം കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. വേലക്കാരിയല്ല ജീവിത പങ്കാളിയെയാണ് വിവാഹം ചെയ്യുന്നതെന്നുള്ള സുപ്രധാന നിരീക്ഷണം കോടതി നടത്തുകയാണ്. പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളായിട്ടുണ്ടാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. അതിലാണ് ഇപ്പോൾ 2026 ഒരു വിവാഹമോചന കേസിൽ വീണ്ടും കോടതിക്ക് ഇപ്പോഴും ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.